കോതമംഗലം ബ്ലോക്കിൽ ജലബജറ്റ് തയ്യാറാക്കുന്നതിന് മുന്നോടിയായി ബ്ലോക്ക് സാങ്കേതിക സമിതിയുടെ യോഗം ചേർന്നു. നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായാണ് ജലബജറ്റ് തയ്യാറാക്കുന്നത്. ജലത്തിന്റെ ലഭ്യതയും വിനിയോഗവും അടിസ്ഥാനമാക്കി തയ്യാറാക്കുന്ന രേഖയാണ് ജലബജറ്റ്. നവകേരളം കർമ്മ പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെടുന്നതാണിത്. കോതമംഗലത്ത് ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഹരിത കേരളം മിഷന്റെയും നേതൃത്വത്തിലാണ് ജലബജറ്റ് തയ്യാറാക്കുന്നത്. ഇതിനു മുന്നോടിയായി ചേർന്ന സാങ്കേതിക സമിതി യോഗം പ്രസിഡന്റ് PAM ബഷീർ ഉദ്ഘാടനം ചെയ്തു. പൈങ്ങോട്ടൂർ പഞ്ചായത്തിൽ അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കി 9 പഞ്ചായത്തുകളിലും സമാനമായ തരത്തിൽ ജലബജറ്റ് തയ്യാറാക്കിക്കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ജലത്തിൻ്റെ അളവും അതിൻ്റെ ഉപയോഗവും നമുക്ക് ക്രമീകരിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ജലസ്രോതസ്സുകൾ കൂടിയുള്ള ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത്. പക്ഷേ ഈ ജലസ്രോതസ്സുകളൊക്കെ സംരക്ഷിക്കപ്പെടേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് ഇന്നത്തെ കാലഘട്ടം. അത് മുന്നിൽ കണ്ടുകൊണ്ട് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഇവിടെ വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഈ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ശുദ്ധജല പദ്ധതികളും ജലസംരക്ഷണം ഏറ്റെടുക്കുന്ന പദ്ധതികളും ഏറ്റെടുത്ത ഒരു ബ്ലോക്ക് പഞ്ചായത്താണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത്. നിരവധി ചെക്ക് ഡാമുകളും അതോടൊപ്പം തന്നെ നിരവധി കുളങ്ങളുടെ നവീകരണങ്ങളും ഏകദേശം 36ഓളം ശുദ്ധജല പദ്ധതികളും നടപ്പിലാക്കിയ ഒരു ബ്ലോക്ക് പഞ്ചായത്താണ് കോതമംഗലം. വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യക്ഷത വഹിച്ചു. PK ചന്ദ്രശേഖരൻ നായർ, ബിന്ദു ശശി, ജോമി തെക്കേക്കര, നിസാമോൾ ഇസ്മായിൽ, TK കുഞ്ഞുമോൻ, S രഞ്ജിനി, പ്രിയാമോൾ തോമസ്, അനീഷ് സത്യൻ, KS സജി, ജിയോ തോമസ്, VS സൂര്യ തുടങ്ങിയവർ പ്രസംഗിച്ചു. GTV ന്യൂസ് കോതമംഗലം.